എൽ.ഡി.എഫിന്റെ പ്രകടന പത്രികയുടെ പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. എൽ.ഡി.എഫ് കൺവീനർ ടി.പി. രാമകൃഷ്ണൻ, സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവരാണ് പ്രകാശനം നിർവഹിച്ചത്. ഇപ്പോൾ ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് എൽ.ഡി.എഫ് പ്രകടന പത്രികയുടെ വിശദാംശങ്ങൾ? ഷമീർ, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എൽ.ഡി.എഫിന്റെ പ്രകടന പത്രികയാണ് ഇപ്പോൾ എൽ.ഡി.എഫ് കൺവീനറും സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടറിയും മറ്റു ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും ചേർന്ന് പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയുന്നത് കേവല ദാരിദ്ര്യ വിമുക്ത കേരളം എന്നുള്ളൊരു പദ്ധതിയെ കുറിച്ച് തന്നെയാണ്. അതായത് അതിദാരിദ്ര്യത്തിൽ നിന്നും സംസ്ഥാനം കരകയറിയിട്ടുള്ള പശ്ചാത്തലമാണ്. അപ്പോൾ അവർക്ക് മുകളിലുള്ള കേവല ദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തി അവരെയും മൈക്രോ പ്ലാനുകൾ വഴി ദാരിദ്ര്യ വിമുക്തരാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതിയാണ് ഇത്. അതിനാണ് പ്രാധാന്യം നൽകുന്നത്. അതിനൊപ്പം തന്നെ എല്ലാവർക്കും വീട്, ലൈഫിലൂടെ ഇതിനകം തന്നെ സംസ്ഥാനത്ത് 5.29 ലക്ഷം വീടുകൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഭവനരഹിതരുണ്ടെങ്കിൽ അത്തരത്തിൽ അർഹതപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അടുത്ത 5 വർഷത്തിനുള്ളിൽ വീട് നൽകുന്നതാണ് എല്ലാവർക്കും ഭവനം വീട് എന്ന് പറയുന്ന ഈ പ്രത്യേക പദ്ധതി. മറ്റൊന്ന് എല്ലാവർക്കും ഭക്ഷണമാണ്. സംസ്ഥാനത്തെ സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കി മാറ്റുകയാണ് മറ്റൊരു ലക്ഷ്യം ഈ മാനിഫെസ്റ്റോയിൽ പറയുന്നത്. ഇതിനായി പോഷകാഹാര സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ അത് അംഗൻവാടിയിലും സ്കൂളിലും ഉറപ്പാക്കുകയും ഒപ്പം തന്നെ കൊച്ചി കോർപ്പറേഷൻ ആരംഭിച്ച സമൃദ്ധി മാതൃകയിൽ കൂടുതൽ ജനകീയ ഭക്ഷണശാലകൾ ആരംഭിക്കും എന്നുള്ളതും പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു. എല്ലാവർക്കും ചികിത്സ കൃത്യമായ രീതിയിൽ ആരോഗ്യ രംഗത്ത് സംസ്ഥാനം വലിയ നേട്ടം കൈവരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അത് ആ രീതിയിൽ തന്നെ കൂടുതൽ ചികിത്സ എല്ലാവർക്കും ഉറപ്പാക്കുന്ന രീതിയിൽ കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എല്ലാവർക്കും ചികിത്സയിലൂടെ ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന് ലഹരി വിരുദ്ധ പ്രചാരണമാണ്. കേരളത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ അത് കൂടുതൽ ശക്തിപ്പെടുത്തി കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ നടപടികൾ ഒക്കെ സ്വീകരിച്ച് കൂടുതൽ ബോധവൽക്കരണം അടക്കം നടത്തി മുന്നോട്ട് പോകുന്നതാണ്. മറ്റൊന്ന് സംസ്ഥാനത്ത് പല തദ്ദേശ സ്ഥാപനങ്ങളിലും വലിയ തോതിൽ നേരിടേണ്ടി വരുന്ന തെരുവുനായ ശല്യമാണ്. ഈ തെരുവുനായ ശല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും തെരുവുനായ്ക്കളെ കൂടുതലായി പാർപ്പിക്കുന്നതിനാവശ്യമായ സങ്കേതങ്ങളുടെ സന്നദ്ധ സംഘടനകളുടെ ഒക്കെ സഹായത്തോടു കൂടി അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഏർപ്പെടുത്തും എന്നുള്ള കാര്യവും പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസമാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം കൂടാതെ എല്ലാവർക്കും തൊഴിൽ എന്നൊരു വിശദാംശങ്ങൾ നൽകിയത്.